വി എസിനെ സംബന്ധിച്ചിടത്തോളം താൻ ഉന്നയിക്കുന്ന ആശയങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ സമീപനവും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അദ്ദേഹം സമര പോരാട്ടങ്ങളുടെ വേദികളിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അത് പരിസ്ഥിതിയുടെ കാര്യത്തിലായാലും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷയുടെ കാര്യത്തിലായാലും അഴിമതിയുടെ കാര്യത്തിലായാലും ഇത്തരം ജനകീയ പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള പൊതു നിലപാട്, അദ്ദേഹം മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 5 വർഷക്കാലം ഒരു ഗവൺമെൻറ് അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ ആ നിലപാടുകൾ, നയപരമായ നിലപാടുകൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള നിരവധി നിയമനിർമ്മാണങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തിയതൊക്കെ പരിശോധിച്ചാൽ അതെല്ലാം സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ, പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ, LDF കൺവീനറായിരുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളുടെ അനന്തര ഫലം തന്നെയാണ്. അതുതന്നെയാണ് അദ്ദേഹം പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചത്. മൂന്നാർ ഭൂമി അനധികൃതമായിട്ടുള്ള ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ സാഹസികമായിട്ടുള്ള ഇടപെടൽ, സത്യത്തിൽ പല സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു വലിയ സന്ദേശമാണ് കേരളത്തിന് പൊതുസമൂഹത്തിന് നൽകിയത്. അനധികൃതമായിട്ടുള്ള ഭൂമി കയ്യേറ്റത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള അതിശക്തമായ ഇടപെടൽ വി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടത്തി. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ പ്രശ്നം ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിലും പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലുമൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ നിരവധി പ്രാവശ്യം മുല്ലപ്പെരിയാർ സന്ദർശിച്ചിട്ടുണ്ട്. പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് അർഹതപ്പെട്ട ജലം പാലക്കാട് ജില്ലയിലെ കർഷകർക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ നേതൃത്വം കൊടുത്തയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 5 വർഷക്കാലം ഇരുന്ന സമയത്ത് ആ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാട്, എൻ്റെ അഭിപ്രായത്തിൽ ആ 5 വർഷമാണ് PAP കരാറിൽ നിന്ന് കേരളത്തിന് അർഹതപ്പെട്ട ജലം കൃത്യതയോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തന്നെ സുപ്രീം കോടതിയിൽ കേസ് നടത്തി കേരളത്തിന് അനുകൂലമായ ഒരുപാട് ഉത്തരവുകൾ സമ്പാദിക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടവും വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. നെയ്യാർ ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉൾപ്പെടെ അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ ഉത്തമ താല്പര്യം ഉയർത്തിപ്പിടിക്കുകയും അതോടൊപ്പം തന്നെ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്ത ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പ്രസംഗത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും, പ്രത്യയശാസ്ത്രത്തിൽ മാത്രമല്ല, പ്രായോഗിക തലത്തിലും അത് നടപ്പാക്കുന്നതിന് വേണ്ടി സാങ്കേതികത്വങ്ങളുടെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും നൂലാമാലകൾക്കപ്പുറത്ത് അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവ്, ഭരണകർത്താവ് എന്ന നിലയിൽ വിലയിരുത്താൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയ ആത്മാർത്ഥതയും സത്യസന്ധവും നീതിപൂർവകവുമായിട്ടുള്ള നിലപാടിൻ്റെ അനന്തരഫലമായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ N K പ്രേമചന്ദ്രൻ, വി എസ് മന്ത്രിസഭയിലെ അനുഭവങ്ങൾ കൂടി ഒരു നിമിഷം പങ്കുവയ്ക്കാൻ കഴിയുമോ? കാരണം അദ്ദേഹം എപ്പോഴും വിശ്വസിക്കുകയും കൂടെ നിർത്തുകയും ഒക്കെ ചെയ്ത ഒരു നേതാവ് കൂടിയാണല്ലോ താങ്കൾ. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആ പോരാട്ടത്തിൽ, നിയമ പോരാട്ടത്തിലൊക്കെ മുൻനിർത്തിയതും താങ്കൾ കൂടിയാണല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു ആത്മബന്ധത്തിലേക്ക്, ആ ഒരു വിശ്വസ്തതയിലേക്ക് എത്തിയത്? നല്ല സൗഹൃദ സാഹോദര്യ ബന്ധമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സഖാവ് വി എസുമായി. വാത്സല്യപൂർവമായ സ്നേഹവും ബഹുമാനവുമായിരുന്നു സത്യത്തിൽ. 5 വർഷക്കാലം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സുവർഗത്തോട്, സാധാരണ സമൂഹത്തോട്, പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരോടുള്ള അദ്ദേഹത്തിൻ്റെ അതിര് കവിഞ്ഞ ആത്മാർത്ഥതയും ആർദ്രതയും അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്കടമായിട്ടുള്ള ആവേശവും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കാലയളവിലാണ്. ഇപ്പം മന്ത്രിസഭാ യോഗങ്ങളിൽ ഏത് നയപരമായ തീരുമാനം, ഭരണപരമായ തീരുമാനം വന്നാലും അദ്ദേഹം അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം, ഇത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും? ഇപ്പം നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട, ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം
അന്ന് ചർച്ചയ്ക്ക് വന്നപ്പോൾ ആയിരക്കണക്കിന് സാധാരണക്കാർ കുടിയൊഴിപ്പിക്കപ്പെടുകയും അവർ വഴിയാധാരമാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ അദ്ദേഹം കർക്കശമായിട്ടുള്ള നിലപാട് ആ കാര്യത്തിൽ സ്വീകരിച്ചു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തിന് ദോഷകരമാകുന്ന തീരുമാനങ്ങൾ വരുന്ന ഘട്ടത്തിലൊക്കെ ഖണ്ഡിതമായ നിലപാട് സ്വീകരിക്കുകയും ആ വിഷയങ്ങളിലൊക്കെ ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ പരിശോധിച്ചാൽ പാവങ്ങളുടെ പടത്തലവനെന്നൊക്കെ വിശേഷണത്തിന് 100% അർഹനായിട്ടുള്ള ഒരാളാണ് സഖാവ് VS എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. അവിടെയൊക്കെ ഒരു പ്രക്ഷോഭകാരിയായിരുന്നപ്പോൾ, സമരകാരിയായിരുന്നപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ജനകീയ പ്രശ്നങ്ങൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല ഉദാഹരണങ്ങളും. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്നത് കേരള നിയമസഭ പാസ്സാക്കിയ ഒരു ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ ആയിരുന്നു. ഒരുപക്ഷെ ആ നിയമം കൂടി പ്രാവർത്തികമാക്കിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നെൽവയലുകൾ പൂർണ്ണമായും ഒരുപക്ഷെ അപ്രത്യക്ഷമാകുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അപ്പം ഓരോ കാര്യങ്ങളിലും, അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർക്കശമായ നിലപാടായിരുന്നു, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു. അതുകൊണ്ട് തന്നെ 2006, 2011 ഗവൺമെന്റിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മന്ത്രിമാർക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായും ഒരു അഴിമതി ആരോപണവും ആക്ഷേപവും ഉന്നയിക്കപ്പെടാൻ കഴിയാത്ത 5 വർഷക്കാലമായിരുന്നു സഖാവ് VSന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അന്നത്തെ LDF. ഒരു അഴിമതി ആരോപണം, ഒരു കറപ്ഷൻ അലിഗേഷൻ പോലും ഒരു മന്ത്രിക്കെതിരായിട്ടോ മുഖ്യമന്ത്രിക്കെതിരായിട്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമാണ്. അതിന് കാരണം അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുധീരമായ നിലപാടാണ്, ശക്തമായ നിലപാടാണ്, കർക്കശമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും സ്വാഭാവികമായും ലീഡർ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മന്ത്രിമാർക്ക് നൽകുന്ന പ്രചോദനം അത് തന്നെയാണ്. മാത്രവുമല്ല, മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ സാക്ഷ്യപ്പെടുത്താൻ കഴിയും, ഞങ്ങളുടെ വകുപ്പുകൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമായിരുന്നു, അബ്സല്യൂട്ട് ഫ്രീഡം. മുഖ്യമന്ത്രിയുടെ മേൽനോട്ടം, നിയന്ത്രണം ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരവരുടേതായ വകുപ്പുകളിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള നല്ല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നല്ലതുപോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞൊരു മിനിസ്ട്രി ആയിരുന്നു ആ മിനിസ്ട്രി എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. താങ്കൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഈ ക്യാബിനറ്റ് യോഗമൊക്കെ നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു VSന്റെ ഒരു രീതി? എല്ലാവരുമായി സംസാരിച്ച് കൂട്ടായ ചർച്ചയിലൂടെയൊക്കെ തീരുമാനമെടുക്കാം എന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു, അതോ എല്ലാ നിർദ്ദേശം പറയുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നൊരു ലൈനായിരുന്നു അദ്ദേഹത്തിന്? ഒരിക്കലും ഏകപക്ഷീയമായ തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എനിക്കറിയാം, ചില തീരുമാനങ്ങളൊക്കെ കർക്കശമായ തീരുമാനങ്ങൾ, പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ പോലും ഒരു ചർച്ചയ്ക്കുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു, ആ വിഷയത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സും ഡിസ്കസ് ചെയ്യാനും. എന്നാൽ അവസാനം തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ, അങ്ങനെ ഒരു താല്പര്യം വരുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം ആ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ചർച്ചയ്ക്കുള്ള അവസരം, ഓരോ വിഷയത്തിന്മേലും ഓരോ തീരുമാനത്തിന്മേലും മന്ത്രിസഭാംഗങ്ങൾക്ക് കൃത്യമായ അഭിപ്രായം പറയാനും അവരുടേതായ നിലപാടുകൾ വിശദീകരിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരു തീരുമാനം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം, അത് പാർട്ടി തീരുമാനമുണ്ടെങ്കിൽ പോലും, LDFന്റെ തീരുമാനമുണ്ടെങ്കിൽ പോലും, ആ തീരുമാനം നയപരമായ തീരുമാനമാണെങ്കിലും ഭരണപരമായിട്ടുള്ള തീരുമാനമാണെങ്കിലും ആ തീരുമാനം അല്ലെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടായിരുന്നു തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നത് ഒരു വലിയ പ്രത്യേകതയായിരുന്നു. ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണതയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടുകൾ ഏതെങ്കിലും തരത്തിൽ ദോഷകരമാണെങ്കിൽ ആ തീരുമാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതു താല്പര്യത്തിനെതിരാണ് എന്നുണ്ടെങ്കിൽ ആ തീരുമാനം ഡഫർ ചെയ്യാൻ, മാറ്റിവെക്കാനും അദ്ദേഹം സന്നദ്ധമായിട്ടുണ്ട്. അതിന് പാർട്ടി തീരുമാനവും LDF തീരുമാനം ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ പൊതുവെ ദോഷകരമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റിവെക്കാനുള്ള ഒരു ജനാധിപത്യപരമായ ബോധം കൂടി പ്രകടിപ്പിച്ച പല അവസരങ്ങളുമുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യങ്ങൾ 100% കൃത്യതയോടുകൂടി
പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്ത് 5 വർഷവും ആ മന്ത്രിസഭാ യോഗങ്ങൾ നടന്നത്. സംഘർഷഭരിതമായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിൽ പോലും ഒരു തരത്തിലുള്ള ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശൈലി കൂടാതെ വളരെ സംയമനത്തോടും സമവായത്തോടും കൂടി ആ മന്ത്രിസഭയ്ക്ക് ഫലപ്രദമായ നേതൃത്വം കൊടുത്തുകൊണ്ട് വിജയകരമായി 5 വർഷക്കാലത്തെ ഭരണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞൊരു ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തയാളെന്ന നിലയിൽ മികവുറ്റ ഒരു ഭരണകർത്താവ് എന്നുകൂടി സഖാവ് VS-നെ സമരകാരിയായും പോരാട്ടത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള സൂര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും മികവുറ്റൊരു ഭരണകർത്താവ് എന്ന വിശേഷണത്തിനും 100% അദ്ദേഹം അർഹനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ പ്രേമചന്ദ്രൻ, ഒരു ഭരണ തുടർച്ചയുടെ വക്കിൽ നിന്നാണല്ലോ VS സർക്കാർ നിലം പൊത്തിയത്. അപ്പോൾ ഒരു പക്ഷേ VS-ന്റെ ഒരു ഫോൺ വിളി ഒരല്പം നേരത്തെ എത്തിയിരുന്നെങ്കിൽ RSP LDF വിടുമായിരുന്നോ? ഇല്ല, അത് പറയാൻ കഴിയില്ല. കാരണം അന്ന് ഞങ്ങൾ പാർട്ടി RSP മുന്നണി വിടുന്ന ദിവസം രാവിലെയായിരുന്നു LDF ചേർന്നത്. ആ LDF അല്ല, ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടായ ചില സംഭവവികാസങ്ങളും തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് RSP മുന്നണി വിട്ടത് 2014. ആ മുന്നണി വിടുന്ന ഘട്ടത്തിൽ സത്യത്തിൽ ആ ചർച്ചയിൽ സഖാവ് VS ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങളുടെ നയപരമായ തീരുമാനവും രാഷ്ട്രീയ തീരുമാനവും ഒക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ കൈക്കൊണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ വരുന്നത്. അദ്ദേഹത്തോട് നല്ല ആഭിമുഖ്യമുള്ളവരായിരുന്നു അന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് TJ ചന്ദ്രചൂഡൻ സാറാണെങ്കിലും VP ആണെങ്കിലും ഞങ്ങളൊക്കെ വളരെ ആഭിമുഖ്യവും നല്ല സൗഹൃദ സാഹോദര്യ ബന്ധവും ഉണ്ടായിരുന്നയാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിളി വന്നത് ഞങ്ങളുമായി സംസാരിക്കാൻ ടെലിഫോണിൽ അവസരമുണ്ടായത് വളരെ വൈകിയാണ്. അതിന് മുമ്പ് വന്നിരുന്നെങ്കിൽ എന്ത് എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ തീർച്ചയായും അദ്ദേഹം മുന്നണിക്കകത്തും മുന്നണിക്ക് പുറത്തും RSP CPI തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികളോട് ഒരു പ്രത്യേകമായ ആഭിമുഖ്യവും താല്പര്യവും പ്രകടിപ്പിച്ചിരുന്നു. ഇടതുപക്ഷ ഐക്യം ഏറ്റവും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു VS എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെ കൊല്ലത്ത് RSP മത്സരിക്കാൻ തീരുമാനിച്ച ശേഷമാണല്ലോ VS-ന്റെ ഫോൺ വിളി വരുന്നത്. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും നിലപാടുമൊക്കെ ഇക്കാര്യത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ അവസാനം തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പാർട്ടി ഓഫീസിൽ ചേരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കോൾ എനിക്ക് വരുന്നത്. ചന്ദ്രചൂഡൻ സാർ ആ യോഗത്തിലുണ്ടായിരുന്നു. ഫോൺ എടുക്കാൻ പറഞ്ഞു, എടുത്തു സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടിയന്തരമായി ഒന്ന് കാണണം, തീരുമാനം പുനഃപരിശോധിക്കണമെന്ന നിലയിൽ എന്നോടൊന്ന് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ നയപരമായ തീരുമാനം എടുത്തു, മുന്നോട്ട് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഫോൺ ആ ചർച്ച അവസാനിപ്പിച്ചു. അതിനുശേഷം പിന്നൊരു കൂടിക്കാഴ്ചയ്ക്ക് യാതൊരു ഫലവുമില്ല എന്നുള്ളത് കൊണ്ടും അതുകൊണ്ടിന് ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിലൊരു കൂടിക്കാഴ്ച വേണ്ട എന്ന് പാർട്ടി തന്നെ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഒരു ചർച്ച ഉണ്ടാകാതിരുന്നത്. കാരണം അതുകൊണ്ട് ഫലമില്ല, രാഷ്ട്രീയമായ നയപരമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ പിന്നീട് ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ചർച്ച വേണ്ട എന്ന് പാർട്ടി തന്നെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാത്തത് ആ പശ്ചാത്തലത്തിലാണ്.